ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നൊരു സ്ഥലം നിങ്ങൾ കണ്ടോ, വളരെ കിടിലനായിട്ടുള്ളൊരു ആംബിയൻസ് കേട്ടോ. അതായത് ഇത്രയും ഒരു നെൽപ്പാടം, അത്രയും ഹരിത ഭംഗിയുള്ള ഈ ഒരു സ്പോട്ടിൻ്റെ ബാക്കിൽ എൻ്റെ ഏതാനും സുഹൃത്തുക്കൾ, 2 സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ പുതിയൊരു സംരംഭമാണ് തൊട്ട് ബാക്കിലുള്ള ഗ്രീൻഫീൽഡ് കഫേ കേട്ടോ. മാത്രമല്ല അതിൻ്റെ ഒരു ആംബിയൻസ് കണ്ടോ, നല്ല സെറ്റാട്ടോ. അവരുടെ ഒരു ഫുഡ് ഹബ്ബ് ഉണ്ട് തൊട്ടു മേലെയായിട്ട്. അങ്ങനെ ഈ 2 ഷോപ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ സാധാരണ പറയുന്ന പോലെ ഞാൻ ചെയ്ത ലോഗോണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും ബ്രൈറ്റ് മീഡിയ എന്നൊക്കെ. പിന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും അല്ലാണ്ട് നമുക്ക് നേരെ ഇപ്പോൾ നമുക്ക് കഫേയിലേക്ക് പോകാം. പിന്നെ ഞാൻ എന്തെങ്കിലും ഈ ഒരു ഷോപ്പിന് ഹൈപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയൊരു ഗ്രാമപ്രദേശമാണത്. ഈ ബൈലറൊക്കെ ശ്രദ്ധിച്ചു, നമ്മൾ പഴയ കാലത്ത് നമ്മൾ ചായക്കടയിൽ ഉണ്ടായിരുന്ന അതേ ഒരു ബൈലറാട്ടോ ഇവിടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഷഫീഖാണ്. എവിടെ വീട്? തമിഴ് പോലെ. തമിഴ്നാട്ടിലെ വീട്? ഇവിടെ തന്നെ. എണ്ണക്കടി ഇത് തന്നെ അല്ലേ? അപ്പോൾ ഈ ഒരു ഏരിയയിൽ ചായ, അതുപോലെ എണ്ണക്കടി, അതുപോലെ ഫ്രഷ് ജ്യൂസ് കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് കൗണ്ടർ മേലെയാണ്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം. അവിടെ ശരിക്ക് 5 മണിക്കാണ് നമ്മളെ ചെമ്പ് പൊട്ടിക്കുക. നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് റഷാണ് കേട്ടോ. അതിപ്പോൾ സമയം 4:30ആണ്. നല്ല റഷുണ്ട്. പിന്നെ മാത്രമല്ല വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി പോകുന്ന വണ്ടികളൊക്കെ ഈ ഒരു ആംബിയൻസും ഈ ഒരു ഷോപ്പും കണ്ടാൽ ഇവിടെ നിർത്തും. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ട് തന്നെ ഒരുപാട് വണ്ടികൾ നിർത്തി പെട്ടെന്ന് തന്നെ ചായ കുടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അതായത് ഇവിടെ ഓരോരുത്തരും ഓരോ പണിക്കാരും. അപ്പോൾ നോർമൽ എല്ലാ ഹോട്ടലിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എങ്കിലും ചായ ഒരു സ്പെഷ്യൽ തന്നെയാണ്. നമ്മൾ ഈ ഒരു ചായക്കാണ് പ്രധാനം എന്ന് പറഞ്ഞില്ലേ, ചായ എണ്ണക്കടിക്കാണ് പ്രധാനം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ചായ മാഷിനെ പരിചയപ്പെടാം. ചേട്ടൻ പേരുന്ന വീട് എവിടെ? ഇവിടെ തന്നെ മദ്രാസ് എന്ന് പറഞ്ഞാൽ? മദ്രാസ് ഞാൻ ജോലി ചെയ്ത് മദ്രാസ് 40 കൊല്ലമായിട്ട് മദ്രാസിൽ ചായ അടിച്ചിരുന്ന ചായ മാഷ കേട്ടോ നമ്മളുടെ ഈ ഗ്രീൻഫീൽഡ് കഫേത്തെ ചായ മാഷ എന്ന് പറയുമ്പോൾ. ഇവിടുത്തെ ചായൻ്റെ സ്പെഷ്യലിനെ കുറിച്ച് ഞാൻ പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം കേട്ടോ, ഈ ബൈലറിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇത്തരം ഈ പിച്ചളയിലുള്ള പഴയകാല ഈ ബൈലറൊക്കെ ഇപ്പോഴത്തെ ചായക്കടയിലും അല്ലെങ്കിൽ ഹോട്ടലിലൊന്നും ഉണ്ടാവും വളരെ സാധ്യത കുറവാണ്. കാരണം അവിടെയൊക്കെ സ്റ്റീലിൻ്റെ ഉണ്ടാവാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് നമ്മുടെ ചായക്ക് എത്രത്തോളം ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അമൂല്യാപുറത്തേക്ക് ചായ അടിക്കുന്ന ചായ ടീസും ചായ പറ്റുന്ന ആളുകൾക്കും കസ്റ്റമർക്ക് നല്ല അഭിപ്രായം. അതായത് ഇപ്പോൾ ചായ ഇപ്പോൾ മറ്റുള്ള ഹോട്ടലിലൊക്കെ ചായ ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ വൈകിട്ട് ചായക്ക് മാറ്റുണ്ട്. വൈകിട്ട് ചായപ്പൊടി ചായപ്പൊടി ക്വാളിറ്റി ചായപ്പൊടി ഉപയോഗിക്കുന്ന പറയാം. പിന്നെ ബൈലർ പിച്ചള അല്ലേ? അതെ, പിച്ചള ബൈലറിൻ്റെ ചായ. അതായത് നമ്മൾ വറകടുപ്പിൽ ബിരിയാണി വെക്കണം, അതുപോലെ ഗ്യാസ് അടുപ്പിൽ ബിരിയാണി വെക്കണം, നമ്മളുടെ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതാണ് ഇപ്പോൾ ആയിട്ട് ഇവിടെ പറഞ്ഞത്. ചേച്ചി പറയാം എങ്ങനെ ഉണ്ടായിരുന്നു, എന്താ ടേസ്റ്റ് ചെയ്തത്? ഞങ്ങള് പരിപ്പുവടി കാപ്പി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.
വേറെ എന്താ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അത് തന്നെയാണ് എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സ്പോട്ട് പറയാൻ മറന്നതല്ല, ഞാൻ ഇടയിൽ പറയാമെന്ന് വിചാരിച്ചു. സ്പോട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റൂട്ടിൽ നമ്മൾ ഇതുവഴി വരികയാണെങ്കിൽ 10 കിലോമീറ്റർ കോങ്ങാട് നിന്ന്, അതുപോലെ തന്നെ മണ്ണാർക്കാട് നിന്ന് ഇങ്ങോട്ടും 10 കിലോമീറ്റർ തന്നെയാണ്. ഇതുവഴി വരികയാണെങ്കിൽ ഉറപ്പായും ഇത് നമ്മൾ കാണാതെ ഇതുവഴി പാസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത്രയും വൈഡായിട്ടാണ് ഈ ഒരു ഈ ഗ്രീൻ ഫീൽഡ് ഫുഡ് ഹബ്ബ് കിടക്കണം കേട്ടോ. ഏകദേശം കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ടീ ഷോപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഫുഡ് ഹബ്ബ് പോകാം. അവിടെ എന്തൊക്കെയാണ് സ്പെഷ്യലുള്ള ഇതുണ്ടോ, നമ്മളുടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള എൻ്റെ സുഹൃത്ത് ഷമീറാണ് ഇൻഡോക്കുള്ളത്. പിന്നെ വേറൊരു അഫ്സലുണ്ട്, പിന്നെ ഷെഫീഖും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്തൊക്കെയാണ്. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇങ്ങോട്ട് കയറി പോകുന്ന വഴി ഒരു പൊളി കേട്ടോ. അതായത് നമ്മൾ ആലപ്പുഴയിലോ മറ്റോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ എത്രത്തോളം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഷമീറോ, അവിടെ എന്താണ് മേലെന്താ സ്പെഷ്യൽ എന്താ മേലെ എന്താണ് സ്പെഷ്യൽ എന്തുള്ളത്? മേലെ നെയ്ച്ചോറ് ചിക്കൻ പീസാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ടോ പറയാനേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങുക എന്ന് പറയുന്നത് ആ ഹോട്ടലിൽ എന്തായാലും ഉണ്ടാവുക അൽഫാം ആയിരിക്കും. അൽഫാം അതുപോലെ കുഴിമന്തിയൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സംഭവമൊന്നും ഇല്ലല്ലോ. അത് ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കല്യാണത്തിന് വെക്കുന്ന പോലത്തെ നെയ്ച്ചോറ്, അതുപോലെ സുർബേനി റൈസ്, അതുപോലെ ചിക്കൻ പീസ്, അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. അല്ലാതെ നമ്മളൊരു വലിയൊരു ഹോട്ടലിൽ കിട്ടുന്ന ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. നോർമലായിട്ടുള്ള ഒരു ഫുഡുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് എന്തായാലും നേരെ ഫുഡ് ഹബ്ബിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാട്ടോ. നമ്മൾ നേരത്തെ കണ്ട പോലെയൊന്നുമല്ല, കണ്ടില്ലേ. ഇനി നമ്മൾ കിച്ചണിലേക്ക് പോട്ടെ. കിച്ചൺ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ ഹോട്ടലിലത്തെ കിച്ചൺ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ആ ഒരു കോൺസെപ്റ്റ് അല്ല ഇവിടെ ഉള്ളത്. നമ്മളൊരു കല്യാണത്തിലോ മറ്റൊക്കെ ബിരിയാണി വെക്കുന്ന പോലെ വിറകടുപ്പിൽ തന്നെയാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഹോട്ടലിൽ ഉണ്ടാക്കുന്ന എന്താ കൊമേഴ്ഷ്യൽ ഗ്യാസ് കുറ്റി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ അല്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ സമയം 6 മണിയായി ഏകദേശം. ഇവിടെ 5:30 to 5 മണിക്കാണല്ലേ ബിരിയാണി? 6 മണിക്കാണ് ഇവിടെ ഫുഡ് കൗണ്ടർ ഓപ്പൺ ആണല്ലേ. 5:45 6 മണിയാണ്. ഇപ്പം നമ്മൾ ഏകദേശം 5:45 കറക്റ്റ് ടൈമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കൊന്ന് കിട്ടാൻ വരുന്ന ഇപ്പോൾ പൊട്ടിച്ചിട്ടില്ല. ഇതിപ്പോൾ പൊട്ടിക്കും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് കഴിഞ്ഞാൽ പൊട്ടിക്കും. ഓക്കെ. അപ്പോൾ ദം ഇട്ടിട്ട് ഗീ റൈസ് നെയ്ച്ചോറ് അൺലിമിറ്റഡ് നെയ്ച്ചോറാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്, ബിരിയാണി അല്ല. അതൊക്കെ അതായത് നമ്മളിവിടെ കൊടുക്കണ അൺലിമിറ്റഡ് 80 രൂപ പ്രൈസ് ഞാൻ പറയുകയാണ്. ഒരു ചിക്കൻ പീസും അതുപോലെ അൺലിമിറ്റഡ് റൈസുമായിട്ട് 80 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി പൊട്ടിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി പൊട്ടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് പൊണ്ണ് പോകണുള്ളൂ. പിന്നെ നമ്മളുടെ ചിക്കൻ ചില്ലിയാണല്ലേ അത് ബീഫ് ഫ്രൈ അല്ലേ. ഓക്കെ. പൊറോട്ടയ്ക്കുള്ള ബീഫ് ഫ്രൈ ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കൻ ചില്ലി ആവുന്നുണ്ട്. അതുപോലെ നെയ്ച്ചോറുക്കുള്ള ചിക്കൻ ഡ്രൈ ഫ്രൈ അല്ലേ, അതായിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കുമ്പോഴാണ് നമ്മൾ ഡ്രൈ ഫ്രൈ കിട്ടുന്നുണ്ടോ. നമ്മളെന്തായാലും ഇവിടുന്ന് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഇപ്പം ഷെമിയുണ്ട്. ഷെമിയും എന്താ കഴിക്കണേ? തന്നെ കേട്ടോ. ഞാൻ ഇന്നലെ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നെയ്ച്ചോറും ഒരു കോഴി പീസും തന്നെ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് താഴെ ഇറങ്ങിയിട്ട് താഴെ നിന്ന് ഇവിടുന്ന് ചായയും കുടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പോൾ നമ്മൾ ചെമ്പ് പൊട്ടിക്കാൻ പോകട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ബിരിയാണി അല്ല, നെയ്ച്ചോറാണ്. ഞാൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫുഡ് വെക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പൊട്ടിക്കുമ്പോൾ ഉള്ള ആ ഒരു വാസന തന്നെയാണ് വരുന്നത്. മാത്രമല്ല അപ്പോൾ സമയം ഏകദേശം 6 മണിയായി. നമ്മുടെ ഫുഡ് കൗണ്ടറിൽ അത്യാവശ്യം ആളുകളൊക്കെ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇനിയുള്ള ദിവസങ്ങളിലും ഇവിടെ 6 മണിക്കാണ് ഫുഡ് ഉണ്ടാവുക. പക്ഷെ താഴത്തെ കഫേ രാവിലെ മുതൽ ഈവനിങ് ഒരു 10 മണി വരെ ഉണ്ടാവുള്ളൂ. നമ്മളും ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കൗണ്ടറിലെ ആളുകൾക്കൊക്കെ എല്ലാം ഇനി സർവ് ചെയ്യാൻ തുടങ്ങും.
നമ്മൾ കല്യാണത്തിലൊക്കെ കൊടുക്കുന്ന അതുപോലെ തന്നെ കേട്ടോ കപ്പിൽ തന്നെയാണ് അത്. ആ കപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ ആ ഒരു നമ്മളെ വീട്ടിൽ ചെറിയൊരു ചടങ്ങൊക്കെ നടത്തുന്നുള്ള ആ ഒരു ഓർമ്മ വരുന്നില്ലേ. സ്മെല്ലൊന്നും പറയാനില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു റെഗുലർ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 രൂപയാണ് അൺലിമിറ്റഡ് റൈസ്. അൺലിമിറ്റഡ് നല്ല ഗീ റൈസ് കേട്ടോ. പിന്നെ ഒരു ചിക്കൻ ഡ്രൈ ഫ്രൈ ഉണ്ടാവും. പിന്നെ നോർമൽ സലാഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സലാഡും നമ്മൾ നോർമലി ഒരു ഹോട്ടലിൽ കിട്ടുന്ന പോലത്തെ ഒരു സലാഡൊന്നുമല്ല കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് കുക്കുംബറും ക്യാരറ്റും ആ ഒരു ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ ഉണ്ട്. റൈസ് റൈസ് ഏതാ റോയൽ കുക്ക്. ഞാൻ പിന്നെ അവരെ പരിചയപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ കല്യാണത്തിനൊക്കെ വരും, കല്യാണത്തിനൊക്കെ ബിരിയാണി വെക്കുന്ന ആളാണ് കേട്ടോ പാചകക്കാർ. അവരെ റെഗുലറായിട്ട് കിട്ടുമോ? അതാണ് 6 മണിക്ക് ഓപ്പൺ ആക്കിയത്. സാധാരണക്കാർക്ക് കല്യാണ വീട്ടിലുണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഓക്കെ അതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ 6 മണിക്ക് ഇത് ഈ കൗണ്ടർ തുറക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ കുക്ക് ചെയ്യുന്ന ആളുകൾ കല്യാണ പരിപാടികൾക്കോ മറ്റു നിശ്ചയ പരിപാടികൾക്കോ പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ആ പരിപാടി കഴിഞ്ഞിട്ടാണ് അവർ ഇങ്ങോട്ട് വന്നിട്ട് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇരുട്ടായിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 2 ചായയുടെയും കുടിച്ചിട്ട് ഇവിടുന്ന് പോകാം. അപ്പോൾ ഞാൻ സ്പോട്ട് ഒന്നും കൂടെ പറയാം കേട്ടോ. കോങ്ങാട് മണ്ണാർക്കാട്, അതായത് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് മണ്ണാർക്കാട് റൂട്ടിൽ 2 സൈഡിൽ നിന്നും 10 കിലോമീറ്റർ കേട്ടോ. മണ്ണാർക്കാട് നിന്ന് വരുമ്പോഴും 10ആണ്, മണ്ണാർക്കാട് നിന്ന് വരുമ്പോഴും 10, കോങ്ങാട് നിന്ന് വരുമ്പോഴും 10. അപ്പോൾ ഈ സ്പോട്ട് എന്താ ഇതുവഴി വരുമ്പോൾ ഇത് കാണാതെ പോവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും വൈഡായിട്ട് ഇതുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം.